സിദ്ധുവിന്റെ അളിയൻ. നല്ല മുഖച്ചായിട്ട്. അല്ല, ഞാൻ ഫോട്ടോ കണ്ട് ഫോട്ടോയിലെ മുത്തിന്റെ ചായ ഉണ്ട്. ആണോ? എന്നാ രണ്ടളിയന്മാരും കൂടി ഒരു കാര്യം ചെയ്യ്. സിദ്ധു ഒരു പെട്ടി തന്നു വിട്ടിട്ടുണ്ട്, അതെടുത്ത് അകത്തേക്ക് വെച്ചോ. അപ്പൊ അളിയന്മാര് പെട്ടി എടുത്തോ. അമ്മേ, നമുക്ക് ചായ എടുക്കാം. ഇതൊക്കെയാണ് സിദ്ധുവിന്റെ കൂട്ടുകാരി. സിദ്ധു ഇതൊക്കെ എങ്ങനെ സഹിക്കണം എന്തോ. സത്യം. നടക്കോ? ഹെൽപ്പ് ചെയ്യണോടാ? വേണ്ട. ഉരുട്ടിക്കൊണ്ടുപോവാ. നാട്ടിൽ വന്നിട്ട് ആദ്യത്തെ പഴംപൊരിയാ. അയ്യോ, എത്ര കാലായി എന്നറിയോ ഒരു പഴംപൊരി കഴിച്ചിട്ട്. വീട്ടിലുണ്ടാക്കിയോ കേട്ടോ, വീട്ടിലുണ്ടാക്കിയോണ്ടേ ആകെ ടേസ്റ്റ് ഉണ്ട്. നെറ്റിന്റെ സ്പെഷ്യലാ? കടയിൽ നിന്ന് മേടിച്ചാണോ? പക്ഷെ വീട്ടിലുണ്ടാക്കിയ പോലെ തന്നെ ഉണ്ട്. അടിപൊളി. മോനെ, ഈ സിദ്ധുവിന് എന്താ ലീവ് കിട്ടാത്ത? അതെന്താണെന്നറിയോ? പറയാ അമ്മേ, അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അർബാബിന് ചില ദിവസം ഞാനാണ് ഇടത് കൈ, ചില ദിവസം സിദ്ധുവാണ് വലത് കൈ, ചില ദിവസം ഞാനാണ് വലത് കൈ, ആ ദിവസം സിദ്ധുവാണ് ഇടത് കൈ. അങ്ങനെ ഞങ്ങൾ വലതും ഇടതുമായി നിന്നാൽ മാത്രമേ അവിടുത്തെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുള്ളൂ. ഇല്ലെങ്കിൽ അർബാബ് പൊളിഞ്ഞ്. അർബാബ് തീർന്ന എന്തായി? ഗൾഫ് തീർന്ന എന്തായി? ലോകം തീർന്ന്. അവന്മാര് കാര്യങ്ങളല്ലേ ആണ് നടക്കുന്നത്. വലിയ വലിയ പരിപാടികളാന്നേ. അപ്പൊ നിങ്ങൾ മൂന്നുപേരോടാണ് ഈ ലോകം ഓടിച്ചിട്ട് പോണെന്നാണ് നിങ്ങൾ പറയണേ? ഞങ്ങൾ അതിന്റെ ഒരു ഭാഗമാണ്. പിന്നെ ഇടത് കൈക്ക് എങ്ങനെയാണ് ലീവ് കിട്ടിയത്? അതോ, അവിടെ വലത് കൈയില്ലേ? വലത് കൈക്ക് ഇടത് കൈ വലത് കൈ ഉണ്ടല്ലോ. മനസ്സിലായോ? മോനെ, സിദ്ധു അടുത്ത കാര്യങ്ങളൊക്കെ കൃത്യമായി നോക്കിക്കോളും അർബാബിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച്. അതുകൊണ്ടാണ് എനിക്ക് ലീവ് കിട്ടിയത്. ഇനി ഞാൻ അവിടെ എത്തുമ്പോൾ സിദ്ധുവിനെ ഇങ്ങോട്ട് വിടും. മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? എന്നാ പിന്നെ ചായ കുടിച്ചോട്ടെ, നേരെ ഗൾഫിലോട്ട് കിട്ടും. എന്നിട്ട് സിദ്ധുവിനെ ഇങ്ങോട്ട് വിടും. തമാശക്കാരി അങ്ങനെയൊന്നും പറയല്ലേ. അറബി കേട്ട് കഴിഞ്ഞാൽ നിനക്കറിയില്ല. നിങ്ങളാരും ബജാറാണ്ട, സിദ്ധു വരും. ഈ വരുമെന്ന് പറയുന്നല്ലാതെ വരുന്നില്ലല്ലോ. സിദ്ധുവിന് അവിടെ ബുദ്ധിമുട്ടൊന്നുമില്ലേ? സിദ്ധുവിന് ബുദ്ധിമുട്ടോ? എൻ്റെ പൊന്നമ്മേ, അറബില്ലേ ഞങ്ങളെ നല്ല കാര്യമായിട്ടാണ് നോക്കുന്നത്. അമ്മയ്ക്ക് അറിയോ, ഞങ്ങൾക്ക് താമസിക്കാൻ വലിയ ബംഗ്ലാവ്, ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ എത്ര കുക്കുകളാണ്. സൗത്ത് ഇന്ത്യന് വേറെ, നോർത്ത് ഇന്ത്യന് വേറെ. ഞങ്ങൾ ഓഫീസിൽ പോകുന്നത് എങ്ങനെയാണെന്നറിയോ? ഞങ്ങൾക്ക് രണ്ടാക്കും ഓരോരോ കാറുകളാ. സിദ്ധുക്കപ്പ എപ്പോ ലീവ് കിടക്കും? 2 ദിവസം ലീവ് അല്ലേ ആഴ്ചയില്. പക്ഷെ അർബാബിന് ആ ദിവസവും ഞങ്ങൾ അർബാബിന്റെ കൂടെ ഉണ്ടാവണം. ആഴ്ച 2 ദിവസം ലീവ് അർബാബിന്റെ കൂടെ വേണം. പിന്നെന്തിന് ലീവ് കൊടുക്കണം? ഈ 2 ദിവസം അർബാബ് ലീവല്ലേ? അർബാബിന് പുറത്തേക്കൊക്കെ പോകണ്ടേ? അർബാബ് പുറത്തേക്ക് പോകുമ്പോൾ ഞങ്ങളെയും കൊണ്ടുപോകും. എന്നിട്ട് ഞങ്ങൾക്ക് എന്തൊക്കെ ഭക്ഷണം വേണോ ആ ഭക്ഷണമൊക്കെ വാങ്ങിത്തരും. ഞങ്ങൾക്ക് ഏതൊക്കെ സ്ഥലം കാണണോ ആ സ്ഥലമൊക്കെ കാണിക്കും. ഞങ്ങൾക്ക് എന്തൊക്കെ സിനിമയ്ക്ക് പോകണം ആ സിനിമയൊക്കെ കാണിച്ചിട്ട് അർബാബ്. തങ്കപ്പെട്ട അർബാബ് പാവം. ചുമ്മാ അല്ലേ അളിയെ ഇങ്ങോട്ട് വരാത്ത? ഇത്രയൊക്കെ സൗകര്യം കൊടുത്ത് ഏത് മനുഷ്യൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കും? അത് ഈ അർബാബിൻ്റെ അടുത്ത് പറയണം കറുത്ത, കുറച്ച് ഈ ഫെസിലിറ്റീസ് ഒക്കെ ഒന്ന് കുറയ്ക്കാൻ. എന്നാലും അളിയനെ ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റും. തമാശക്കാരൻ പറഞ്ഞേ. ശരി, കാര്യം ചോദിച്ചോട്ടാ. പൊതുവെ ഇങ്ങനെ ഗൾഫിൽ നിന്ന് ഒന്ന് തള്ളി കയറ്റുന്നവർക്കൊക്കെ അവിടെ ഒരു തേങ്ങയും കാണാറില്ല. തള്ളുന്ന ആൾക്കാരെ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. ഇതൊക്കെ സത്യ. ലച്ചുനോട് ചോദിച്ചു നോക്ക്. എനിക്കറിയാൻ പാടില്ല. സിദ്ധുവിനെയാ എന്നാ തിരിച്ചു പോകുന്നേ? നശിപ്പിച്ച്. അല്ലെങ്കിൽ ഈ ഗൾഫിൽ നിന്ന് വന്നിറങ്ങണവരോട് ഈ ക്വസ്റ്റ്യൻ മാത്രമേ എല്ലാവർക്കും ചോദിക്കുള്ളൂ. ഒരു മണിക്കൂറായിട്ടുള്ളൂ നാട്ടിലെത്തിയിട്ട്. അപ്പോഴത്തേക്ക് എപ്പോഴാ തിരിച്ചു പോകുന്നത്? സിദ്ധുവിന്റെ സ്വഭാവം അതേപോലെ കിട്ടിയിട്ടുണ്ട്. ചേച്ചി പറഞ്ഞു വിടണ്ടേ? പെട്ടി പൊട്ടിക്കണ്ടേ? എങ്ങനെ പറഞ്ഞു വിടും? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.